ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും വലിയ ചലഞ്ചസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യമാണ് ഇത് നമുക്ക് ഈ ഒരു ജേർണിയിൽ സ്റ്റിക്ക് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്. അതായത് ഈ ഒരു റെസ്ട്രിക്റ്റഡ് ഈറ്റിംഗ് വിൻഡോ നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് ചെറിയ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ എടുക്കും, പിന്നെ പിറ്റേ ദിവസം സൈക്കിൾ ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ആയിട്ട് പോകുന്ന ആൾക്കാരുണ്ടാവും. അപ്പം ഇത് സ്റ്റിക്ക് ചെയ്യാന്നുള്ളത് ആദ്യം നിങ്ങൾ 12 അവേഴ്സിൽ സ്റ്റിക്ക് ചെയ്തതിന് ശേഷം മെല്ലെ മെല്ലെ ടൈം മാറ്റി കൊണ്ടുവരിക. പിന്നെ കൺസിസ്റ്റൻസിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ വരുന്നൊരു ചലഞ്ചാണ് ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഉണ്ടാവുക എന്നുള്ളത്. അതായത് നമ്മൾ ആ ഒരു ഫാസ്റ്റിംഗ് വിൻഡോ കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മുടെ ബോഡിയുടെ മെയിൻ്റെനൻസിനും റിപ്പയറിനും വേണ്ടുന്ന ഹെൽത്തി ആയിട്ടുള്ള ടയർഡ്നെസ് ഒക്കെ മാറാനുള്ള ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു മീലായിരിക്കണം. ഇത്തരത്തിൽ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ വരുന്നതാണ് ബിഞ്ച് ഈറ്റിംഗ്. അതായത് കുറേ സമയം ഫാസ്റ്റ് ചെയ്തിട്ട് കാണുന്നതൊക്കെ എടുത്ത് കഴിച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അഗെയിൻ ബാക്ക് ടു നമ്മുടെ ബോഡിയിൽ ഫാറ്റ് ഡെപ്പോസിറ്റിനുള്ളൊരു കാര്യമാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ വരുന്നൊരു ഇഷ്യൂ ആണ് നമ്മൾ സോഷ്യലായിട്ടുള്ള എന്തെങ്കിലും പ്രോഗ്രാമുകളോ കാര്യങ്ങളോ വരുമ്പോൾ നമ്മൾ ഈ ഒരു ഫാസ്റ്റിങ്ങിലാണ് എന്ന് പറയുമ്പം നമുക്ക് അവരുടെ ഇടയിൽ നമുക്കൊരു ഗിൽട്ട് ഫീൽ ചെയ്യാനും അയ്യോ ഞാനതിൽ പങ്കെടുത്തില്ലല്ലോ എന്നുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മുടെ ഒരു പ്രോഗ്രാം വേണ്ടി ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതൊരു സ്ലോ ആൻഡ് സ്റ്റഡി പ്രോസസ്സാണ്, ഒരിക്കലും ഫാസ്റ്റ് ആയിട്ടുള്ളൊരു മെത്തേഡ് അല്ല കേട്ടോ.